അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ദീവാനിൽ പറയുന്ന രണ്ട് വരികൾ: മന്നാല മിന്നി ഔ അലിഖ്തു ബിദിമ്മതി അബ്റഅതുഹു ലില്ലാഹി ശാകിറ മിന്നതി അഉറാ മുഅവ്വിഖ മുഅ്മിനി യൗമൽ ജസാ ഔ അൻ അസൂഅ മുഹമ്മദൻ ഫീ ഉമ്മത്തി. എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന സ്വഭാവമുണ്ടാകണമെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ വരികളിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റമദാൻ മാസമായി, നാം എല്ലാവരും അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്നു, അവൻ്റെ കാരുണ്യവും അവൻ്റെ മഗ്ഫിറത്തും ഒക്കെ ചോദിക്കുമ്പോഴും നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പുറത്തു കൊടുക്കാൻ വലിയ വിഷമമാണ്. അത് ഞാൻ പൊരുത്തപ്പെടൂല എന്ന ഈ സ്വഭാവം അത് പാടില്ല എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ വരികളിലൂടെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചു, മന്നാല മിന്നി, ആരെങ്കിലും എൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി എന്നെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മറ്റൊരാളുടെ ബാധ്യത എന്നിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്താൽ, അഥവാ മറ്റുള്ളവർക്ക് എന്നോട് എന്തെങ്കിലും ബാധ്യതയുണ്ടാവുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അതെല്ലാം അവർക്ക് വിട്ടുപുറത്തു കൊടുക്കും. അബ്റഅതുഹു ലില്ലാഹി ശാകിറ മിന്നതി, അള്ളാഹുവിന് വേണ്ടി ഞാൻ അത് വിട്ടുപുറത്തു കൊടുക്കും. അല്ലെങ്കിലുള്ള പ്രയാസം അഉറാ മുഅവ്വിഖ മുഅ്മിനി യൗമൽ ജസാ ഔ അൻ അസൂഅ മുഹമ്മദൻ ഫീ ഉമ്മതി. പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഅ്മിൻ ഞാൻ കാരണമായി വിഷമിക്കുന്നത്, അല്ലെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ കാരണമായി അവിടുത്തെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വേദനിക്കേണ്ടി വരുന്നത്, അഥവാ നമ്മൾ ഒരാൾക്ക് വിട്ടുപുറത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, നമ്മുടെ സുഹൃത്തിന്, അയൽവാസിക്ക് നാം വിട്ടുപുറത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് അദ്ദേഹവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ട മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായമാണല്ലോ. അപ്പോൾ അവരുടെ കാര്യത്തിൽ, തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിലാണല്ലോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം വേദനിക്കുക ഖിയാമത്ത് നാളിൽ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ ബന്ധുവിന് ആർക്കെങ്കിലും വിട്ട് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത് കാരണമായി അള്ളാഹുവിൻ്റെ റസൂൽ വേദനിക്കാനിടയുണ്ട്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഈ വരികളിൽ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. നാം അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുമ്പോൾ, അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് അനിഷ്ടമായത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുക എന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നാം അവർക്ക് വിട്ട് പുറത്തു കൊടുക്കണം. ഒരാൾക്കും പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്ന ഒരു സങ്കുചിതമായ മനോഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കാതിരിക്കാനും ഒരു പക്ഷേ അത് കാരണമായേക്കാം. അത് ശ്രദ്ധിക്കണം. എല്ലാവർക്കും വിട്ട് പുറത്തു കൊടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.